വന്ദേമാതരത്തെ അധിക്ഷേപിക്കൽ തടയൽ നിയമം നാളെ പാർലമെന്റിൽ അമിത്ഷാ അവതരിപ്പിക്കും. വന്ദേമാതര ആലാപനം തടയുന്നത് മുൻ വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന 3 വർഷത്തെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാക്കി മാറ്റുകയും ചെയ്യും. വി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, വലിയൊരു ഭേദഗതി നിയമം വരികയാണ്. നാളെ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് അതിന് മുൻപുള്ള കൂടിയാലോചനകൾ, മറ്റ് ഈ പ്രതിപക്ഷ സഖ്യത്തിന്റെ നിലപാട് എന്തായിരിക്കാം ഇക്കാര്യത്തിൽ ബാലു? പ്രതീക്ഷ, നാളെ പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുകയാണ്. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ, അതായത് നിലവിലെ ബില്ലിൽ ഭേദഗതി കൊണ്ടുവരുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വന്ദേ മാതരം ജനഗണമന ആലപിക്കുമ്പോൾ തടയുന്നവർക്ക് അല്ലെങ്കിൽ അതിനെ അധിക്ഷേപിക്കുന്നവർക്ക് ശിക്ഷ നിലവിൽ തന്നെ ഈ നിയമത്തിൽ ഉറപ്പുവരുന്നുണ്ട്. അതേ നിയമത്തിൽ ഈ വന്ദേ മാതരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതിയാണ് ഇപ്പോൾ സർക്കാർ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഈ നിയമത്തിന്റെ കരടിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ പരമാവധി 3 വർഷത്തെ ശിക്ഷയോ പിഴയോ ഇതിന് ഈ വന്ദേമാതരം ആലപിക്കുമ്പോൾ അതിനെ അധിക്ഷേപിക്കുകയോ തടയുകയോ ചെയ്യുന്നവർക്ക് നൽകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ നാളെ രാവിലെ രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിക്കുന്നതായിരിക്കും. ബില്ലിന്റെ അവതരണത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി എതിർക്കുവാനാണ് സാധ്യത. കാരണം ഈ നിയമം അല്ലെങ്കിൽ ഈ ഭേദഗതി അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രതിപക്ഷ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം പാർലമെന്റിലേക്ക് കൊണ്ടുവരികയാണ്. വന്ദേമാതരത്തിനായി നിയമം കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ.